നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. വയോധികന് ക്രൂരമർദ്ദനം. CPI ആമച്ചൽ ലോക്കൽ കമ്മിറ്റി അംഗവും നേതാവുമായ രാജുവിനാണ് സാമൂഹ്യ വിരുദ്ധന്റെ മർദ്ദനമേറ്റത്. കുരുതങ്കോട് സ്വദേശിയായ രാജുവിനെ കുരുതങ്കോട് ജംഗ്ഷന് സമീപത്തുള്ള ഒരു ഫാൻസി കടയ്ക്ക് മുന്നിൽ വച്ചാണ് മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത്. ഫാൻസി കടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന രാജുവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ സാമൂഹ്യ വിരുദ്ധൻ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുരുതങ്കോട് മേഖലയിലെ സ്ഥിരം ശല്യക്കാരനാണ് പ്രതിയെന്നും പറയുന്നു. രാജുവിന്റെ കൈക്ക് പൊട്ടൽ സംഭവിക്കുകയും ശരീരമാകെ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു. ഫാൻസി കടയ്ക്കുള്ളിൽ ഇരുന്ന തന്നെ പ്രതി വലിച്ചു താഴെയിടുകയും കോടാലി കൈയെടുത്ത് കയ്യിൽ അടിക്കുകയും തറയിലിട്ട് വലിച്ചിടുകയും ചെയ്തതായും രാജു പറഞ്ഞു. സംഭവം നടന്ന ഉടൻ നാട്ടുകാർ രാജുവിന്റെ വീട്ടിൽ വിവരം അറിയിക്കുകയും രാജുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയതായും രാജു പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ആമച്ചൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഭിലാഷ് ആൽബർട്ട് പറഞ്ഞു. 22-ാം തീയതി വൈകുന്നേരം 6:30 ഞാൻ ഈ PNC സ്റ്റോറിൻ്റെ കടയിൽ വരികയും അദ്ദേഹത്തിൻ്റെ കടയാണ് ആ മൊത്തം കടയിൽ. അതിൻ്റെ അടുത്ത് ഒരു CT ആഫീസും ഈ PNC സ്റ്റോറിൻ്റെ കടയാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയും റേഷൻ കടയിലുള്ള സെയിൽസ്മാനും അവിടെ വന്നു ഇരുന്നില്ല, അവിടെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണ് സാമെന്ന് പറഞ്ഞ കക്ഷി മദ്യപിച്ചുകൊണ്ട് ഈ റോഡിൽ അങ്ങ് പോകാൻ തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പോരേനെന്ന് റോഡിലൊന്നും കാണാൻ പാടില്ല, എന്താ അവിടെ വന്നിട്ട് എന്നെ തള്ളുകയും ഞാൻ മലന്നടിച്ച് വീഴുകയും ആ സമയത്ത് ഈ PNC സ്റ്റോറിൻ്റെ കടയിൽ അവിടെ മമ്മാട്ടി കൈയും പിക്കാസ് കൈയെല്ലാം ഉണ്ട്. അതിലൊരു പിക്കാസ് കൈയെടുത്ത് എൻ്റെ ഇടത് കൈ തണ്ടയിലടിക്കുകയും പൊട്ടുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ വലത് കാലിൽ പിടിച്ച് വലിച്ചിടയ്ക്കുകയും പിന്നെ ചട്ടത്തിൽ ഒരു ഇത് റാച്ചുകൊണ്ട് എന്നിട്ട് അവൻ എന്നെ നെഞ്ചിൽ ചവിട്ടുകയൊക്കെ ചെയ്തു, ശരിക്കും മർദ്ദിച്ചു. എന്നിട്ട് അവിടെ നിന്നവരാരും ഇവനെ പിടിച്ചു മാറ്റുകയും ചെയ്തില്ല. ഉടൻ തന്നെ അവിടെ നിന്നോ ആരോ എൻ്റെ വീട്ടിൽ പോയി പറയുകയും എൻ്റെ ഭാര്യ വന്നു. ഉടൻ തന്നെ അവിടെ വേറെയും പലരും കണ്ടു. അതിൽ ഇന്നലെ ഒരാൾ പിന്നെ ഈ കാര്യത്തെക്കുറിച്ചെല്ലാം വിശദീകരിക്കുകയും ചെയ്തു. ഈ പോലീസ് മാസ്റ്ററിൽ നിന്ന് വന്ന പോലീസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ ഇവിടെ കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഉടൻ തന്നെ നമ്മൾ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് കയ്യിൽ നീരുണ്ട്, എൻ്റെ പേരും ചോദിച്ചു, എൻ്റെ ഫോൺ നമ്പരും ചോദിച്ചു എഴുതിയെടുത്തതിന് ശേഷം ഒരു പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോയി എക്സ്റേ എടുത്തു. അതെല്ലാം പിന്നെ കൈ പൊട്ടലുണ്ട്, അതെല്ലാം പിന്നെ കെട്ടുകയും പ്ലാസ്റ്ററുകയൊക്കെ ചെയ്തു. നമ്മൾ അന്ന് രാത്രി 1 മണിക്ക് ശേഷം തന്നെ കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് എടുത്ത് നമ്മൾ പോരുകയും ചെയ്തു. അതിന് ശേഷം പിറ്റേന്ന് തന്നെ ഈ പ്രതി കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ കിടക്കുന്നത് അറിഞ്ഞ് അവനും അവൻ്റെ കൂട്ടത്തുള്ള 2 ഗുണ്ടകളുമായി ഇവിടെ വരികയും എൻ്റെ ഭാര്യ വസന്തകുമാരി കാണുകയും ഇവൻ എങ്ങോട്ട് പോകുമെന്ന് ശ്രദ്ധിക്കുകയും അവനെ ഉടനെ തന്നെ നോക്കി ശ്രദ്ധിച്ചപ്പോൾ നേരെ ആശുപത്രിക്കകത്ത് കയറി പോയിട്ട് വെളിയിലിറങ്ങി നേരെ റോഡിലേക്ക് പോവുകയും ചെയ്തു. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കണ്ടിട്ടാണ്. എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ ആരോടും ഒരു വഴക്കനും മറ്റൊരു ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടെ ആയതുകൊണ്ട്